നമ്മൾ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഗാരേജ് ട്രക്കുകളൊക്കെ ആഡ് ആകാനായിട്ട് പോകണം. അപ്പോൾ ഈ ഒരു അടിപൊളി ഗാരേജ് ട്രക്കുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ തിരുവടിയിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ കേരമിനാൻറ്റി ക്യാരക്ടർ ആഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ കൂട്ടർ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്ന പ്രശ്നമില്ല, സോൾവ് ചെയ്യാൻ തരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി സ്കൂൾ ആഡ് ആയിട്ടുണ്ട്. ഫുള്ളി പ്രോക്സ് വെച്ച് ബിൽഡ് ചെയ്ത അടിപൊളി സ്കൂൾ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ സ്കൂൾ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ബിക്കോസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കണ്ടിട്ട് പിന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയായിട്ട് അടിപൊളി ഗാരേജ് ട്രക്കുകളൊക്കെ എടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയ ഈ ഒരു അടിപൊളി സ്കൂൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സെൻഡ് ചെയ്ത വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അന്നേരം ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. കോപ്പി നേരെ നമ്മുടെ ഗെയിമിൽ വന്ന് സെറ്റിങ്സ് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്യാം. സ്ലോട്ട് സെലക്ട് അവിടെ ന്യൂ സ്കൂളെന്ന് കണക്ക് അടിച്ചു കൊടുക്കുക. ന്യൂ സ്കൂളെന്ന് അടിച്ചിട്ട് ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം. ഗെയിം പ്ലേ എടുത്ത് ഗെയിം ഒന്ന് ജസ്റ്റ് പ്ലേ ആയിട്ട് വരുന്നതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഗെയിം പ്ലേ ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം. ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയത് നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യണം. മസ്റ്റായിട്ട് നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തതിന് ശേഷം ഒരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഒരു 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ 5-6 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ എടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ എനിക്ക് പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കാം. അപ്പോൾ എനിക്കിവിടെ പ്ലീസ് വെയിറ്റ് നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട്. 2-3 സെക്കൻഡ്സ് കഴിയുമ്പം ഫയൽ ലോഡിങ് നിങ്ങൾക്ക് എഴുതി കാണിക്കും. അപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഫയൽ ലോഡിങ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് നിങ്ങൾ നേരെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യണം. മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഗെയിം ബാക്ക് അടിച്ചിട്ട് ഗെയിമിനകത്ത് ഒന്നുകൂടെ കെയർ ചെയ്യാൻ വേണ്ടി ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഈ പോണ റൂട്ട് നിങ്ങളെ കറക്റ്റാണ് നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാൽ നിങ്ങൾക്ക് നമ്മൾ അടിപൊളി സ്കൂൾ കിട്ടത്തുള്ളൂ. പുതിയതായിട്ട് ആഡായി നമ്മൾ അടിപൊളി സ്കൂൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നമ്മളെ BMW X7 എന്ന് പറയുന്ന കാറുകളൊക്കെ ഇവിടെ എടുത്ത് സ്പോൺ ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ കളറുകളൊക്കെ ഞാൻ ഗ്രീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഗ്രീൻ ആക്കിയതിന് ശേഷം നിങ്ങൾ നേരെ കളർ വേണമെങ്കിൽ മാറ്റിയത് ഞാൻ എന്തായാലും കളർ ജസ്റ്റ് മാറ്റിയത് മാത്രം. എന്നിട്ട് നേരെ ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റാണ് നോക്കി ഓക്കെ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റാണ് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ഒരു കിട്ടില്ല സ്കൂൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ആക്കി കാണിച്ചിരുന്നു. എത്തിയൊരു സ്പീഡ് കൂട്ടി കാണിക്കുകയാണ്. എന്നാലും വഴിയൊക്കെ നിങ്ങൾക്ക് കറക്റ്റാണ് മനസ്സിലാവും. ഞാൻ ഈ പോണ റൂട്ട് നിങ്ങൾ കറക്റ്റാണ് നോക്കിയാൽ മതി. വഴിയൊക്കെ നിങ്ങൾക്ക് കറക്റ്റാണ് മനസ്സിലായിക്കോളും. അപ്പോൾ ഞാൻ ഇപ്പോൾ റൂട്ടിൽ കൂടെ കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കാര്യം നമ്മൾ അടിപൊളി കിട്ടുന്ന സ്കൂൾ കിട്ടുക. സ്കൂളിൻ്റെ മുമ്പിൽ തന്നെ കുറേ അധികം ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും സ്കൂളിൽ ഇങ്ങനെ ഓടി നടന്ന് എന്തായാലും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെറിയ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് ഇത് എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ കാണിച്ചിരുന്നത്. ഇതാണ് നമ്മളെ സ്കൂളിൻ്റെ എൻട്രൻസും കണക്ക് വരുന്നത്. അത്യാവശ്യം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിൽ നമ്മൾ അടിപൊളി സ്കൂൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ എൻട്രൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു എന്തോ സ്റ്റാച്ചു മോഡൽ എന്തോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറേ അധികം ബസ്, ഇഷ്ടംപോലെ ബസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പ്രൈവറ്റ് സ്കൂളാണ്. ഇഷ്ടംപോലെ ബസ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാണ്. ബസ്സുകൾ ഇവിടെ നിരത്തി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബസ്സുകൾ ഇഷ്ടംപോലെ തന്നെ നിരത്തി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നേരെ നിങ്ങൾ ഈ സ്കൂളിൻ്റെ എൻട്രൻസ് വഴി നേരെ നമ്മുടെ സ്കൂളിനകത്തേക്ക് കയറുമ്പം റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു വഴി കാണാം. ആ ഒരു വഴി കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഓരോരോ ക്ലാസ് റൂമായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട്. അപ്പോൾ ഇത് ക്ലാസ് റൂം അല്ല തോന്നുന്നു ഗൈസ്. നമ്മൾ ബെഞ്ചുകളൊന്നും കാണുന്നില്ല. ഇവിടെ ക്ലാസ് റൂമായിട്ട് ഇവിടെ കുറേ അധികം ബെഞ്ചൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ ബെഞ്ചിൽ അപ്പുറത്തെ ക്ലാസ്സിലാണെങ്കിൽ നമ്മളെ ബെഞ്ചുകളും കാണാൻ അടിപൊളിയായിട്ട് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ക്ലാസ്സാണ് ഗൈസ് ഇത്. കുറേ അധികം ബെഞ്ചും സോഫാസും ഡെസ്കുകളും കാണാൻ കൂടെ കുറേ അധികം നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാനും കളയൊക്കെ പറ്റുന്ന അടിപൊളി ഒരു കിട്ടിലം സ്കൂളാണ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ അധികം കസേരാസങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വലിയൊരു ബോർഡാണ് കേസ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ബോർഡാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നേരെ ചെന്ന് ഇത്രയേ ഉള്ളൂ കേസ്. ഈ ഒരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ. ഞാൻ രണ്ടാമത്തെ നില കാരണം ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഫുള്ളായിട്ട് രണ്ടാമത്തെ നില ശേഷം ഒന്ന് കയറി കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾ രണ്ടാമത്തെ നില ഒന്ന് കയറാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ നില നിങ്ങൾ കയറി മേലത്ത് പോകുമ്പം ഇവിടെ നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും കാണാൻ അടുത്ത്. അതുപോലെ തന്നെ ഒരു 2 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് സ്കൂളുകൾ. ഇവിടെ കുറേ അധികം ബെഞ്ചും ഡെസ്കും നമ്മളെ സോഫാസും കുറേ അധികം തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റിയ ബെഞ്ചും ഡെസ്കും നമ്മളെ സോഫാസും പിന്നെ ബ്ലാക്ക് ബോർഡും അങ്ങനത്തെ കുറേ അധികം ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിഡിൽ വെയിറ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്കൂളാണ് ഗേസ്. അപ്പോൾ ഈ സ്കൂൾ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല ഗേസ്. ഈ അടിപൊളി സ്കൂൾ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലോ. ഓക്കെ, അടിപൊളി ഒരു സ്കൂളാണ്.
ഇപ്പോൾ ഈ സ്കൂൾ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കല്ലേ ഗൈസ്. ഓക്കെ, അടിപൊളി ഒരു സ്കൂളാണ് ഗൈസ്. മാക്സിമം എല്ലാ കൂട്ടരും അടിപൊളി സ്കൂളെടുത്ത് കളിച്ച് നോക്കിയ ഒരു സ്കൂൾ എത്ര പേർക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ, അത്യാവശ്യം കിടിലൊരു സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂൾ എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് എടുത്ത് കളിച്ച് നോക്കണം ഗൈസ്. മസ്റ്റ് ട്രൈ ആയിട്ടുണ്ട്. ഈ ഒരു അടിപൊളി സ്കൂളാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി സ്കൂൾ എല്ലാ കൂട്ടരും എടുത്തൊന്ന് കളിച്ച് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ഈ ഒരു ഗാരേജ് ട്രക്കിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിലൊരു ഗാരേജ് ട്രക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടരും അറിയാം. നമ്മളെ വേസ്റ്റൊക്കെ എടുക്കാൻ പറ്റുന്ന ട്രക്കാണ് ഗാരേജ് ട്രക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേസ്റ്റ് എടുക്കാൻ വന്ന ട്രക്കുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ കുറച്ച് ചീറ്റ് കോഡ്സ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ കുറച്ചധികം ചീറ്റ് കോഡ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയത് പുതിയ അപ്ഡേറ്റ് വന്ന കുറച്ചധികം ചീറ്റ് കോഡ്സും പിന്നെ ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ ഗെയിമിലുള്ള ട്രക്കിൻ്റെ ഒരു ചീറ്റ് കോഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ആ ഒരു ചീറ്റ് കോഡിൽ നമ്മൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗെയിമിലോട്ട് കുറേ അധികം ഐറ്റംസ് വരാനായിട്ടുണ്ട്. ഞാൻ ട്രക്കിൻ്റെ ചീറ്റ് കോഡൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തരും. ഇപ്പോൾ അതും നമ്മളാ നോർമൽ ട്രക്കാണ്, അതുപോലെ തന്നെ ഗാരേജ് ട്രക്കാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റുകളൊക്കെ പറക്കണം, അമേരിക്കയിലൊക്കെ വേസ്റ്റ് പറക്കാൻ നമ്മൾ അടിപൊളി ഒരു വലിയ ട്രക്കാണത്. അപ്പോൾ അതൊക്കെ കിട്ടുന്നത് ഇതാണ് ആ ഒരു ട്രക്ക്. ഇപ്പം നിലവിൽ ഈ ഒരു ട്രക്കിൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ പാർട്ട് മാത്രമേ എനിക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ഇപ്പം നിലവിൽ ഈ ഒരു ട്രക്ക് മാത്രമേ നമ്മുടെ ഗെയിമിലോട്ടുള്ളൂ. ഇതിന് ചിലപ്പോൾ മോഡിഫിക്കേഷൻ ചെയ്ത് ചിലപ്പോൾ ഗാരേജ് ട്രക്കാക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗാരേജ് ട്രക്കിന് വേണ്ടിയിട്ട് പുതിയൊരു ട്രക്ക് ഇവിടെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ചീറ്റ് കോഡ് ഉപയോഗിച്ച് നമ്മുടെ ട്രക്ക് ഇവിടെ ആഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ട്രെയിലറുള്ള ട്രക്കാണ്. ഗൈസ്, നമ്മുടെ ട്രെയിലറുള്ള ട്രക്ക് തെറിച്ച് പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിലറുള്ള ട്രക്കുകളൊക്കെ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കിട്ടില്ല പോലെ ഗൈസ്. ഇനി നമ്മുടെ ഗെയിമിലോട്ട് കുറേ അധികം ഐറ്റംസും കളൊക്കെ വളരാനുണ്ട്. അപ്പോൾ ഇനി ഒരു അപ്ഡേറ്റ് വരാനായിട്ടുണ്ട്. ഇതിൽ കണ്ടില്ല ഏതെങ്കിലും ഒരു ട്രക്ക് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ നോർമലായിട്ട് ഏതെങ്കിലും പുതിയൊരു ചീറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഗാരേജ് ട്രക്ക് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു അടിപൊളി വേസ്റ്റ് കൊണ്ടുപോകണം ഈ ഒരു ഗാരേജ് ട്രക്ക് എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല് ഗൈസ്. അത്യാവശ്യം കിടിലൊരു അടിപൊളി ഗാരേജ് ട്രക്കാണ്. അപ്പോൾ ഈ ഗാരേജ് ട്രക്ക് എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെടാൻ താഴെ കമൻറ്റ് ഒട്ടും മറക്കില്ല ഗൈസ്. മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടരും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് 3D കളിക്കുന്ന എല്ലാ കൂട്ടർക്കും എൻ്റെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. ഇന്ത്യൻ ബൈക്ക് 3D കളിക്കുന്ന എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ല. എല്ലാ കൂട്ടരും മസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഗാരേജ് ട്രക്ക് വരെ എല്ലാ കൂട്ടരും കാത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൽ ഒരു കേരമിനാൻറ്റി ക്യാരക്ടർ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. പുതിയ നമ്മുടെ ഗെയിം പ്ലഗിങ് ആപ്പിൽ ആഡായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ക്യാരക്ടർ കുറേ കൂട്ടർ എടുക്കാൻ പറ്റുന്നില്ല, എറർ വരുന്നുണ്ടെന്ന് കുറേ കൂട്ടർ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു സൊല്യൂഷന് വേണ്ടി ഞാൻ ഈ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി കേരമിനാൻറ്റി ക്യാരക്ടർ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൂട്ടരും നേരെ ഇപ്പോൾ പ്ലഗിങ് ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് നേരെ പ്ലഗിങ് ആപ്പിൽ പ്ലെയർ മോഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ക്യാരക്ടർ നമ്മുടെ കേരമിനാൻറ്റി ക്യാരക്ടർ അത് 2-3 പ്രാവശ്യം സെലക്ട് ചെയ്താൽ, ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, ഒരു 3-4 പ്രാവശ്യം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ഗെയിം ഒന്ന് പ്ലേ കൊടുക്കാം. കാണിച്ചാൽ ഗെയിം ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുക. ഗെയിം പ്ലേ കൊടുത്തതിന് ശേഷം ഗെയിം ഒന്ന് ലോഡിംഗ് ആയിട്ട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഗെയിം ലോഡിംഗ് ആയിട്ട് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗെയിം ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം. ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഞാൻ അടിക്കുന്ന കോഡ് അടിക്കുക. അല്ല, ഫസ്റ്റിന് ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക. ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ഞാൻ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് എറർ കാണിക്കും. 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഞാൻ പേസ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കോട്ട് പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും. 2-3 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയൽ ലോഡിംഗ് എന്ന് എന്തായാലും എഴുതി കാണിക്കും. അപ്പോൾ 2-3 സെക്കൻഡ്സ് കൈയിട്ട് കേസ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എറർ വരും കേസ്. അതാണ് എൻ്റെ ഇഷ്യൂ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്കിവിടെ ഫയൽ ലോഡിംഗ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചു വന്നാൽ നിങ്ങൾ നേരെ നമ്മൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യണം. മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് നമ്മൾ RJ ടൂൾ എടുക്കാം. RJ ടൂൾ എടുത്തിട്ട് ഞാൻ ഈ അടിക്കുന്ന കോഡ് നിങ്ങൾ തെറ്റാതെ അടിക്കാം. PM5 നിങ്ങളൊക്കെ അടിച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ചില ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്ത് ഒന്നുകൂടെ കയറി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ അടിപൊളി കിടിലും കേരമിനാൻറ്റി ക്യാരക്ടറുകളൊക്കെ കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട് എല്ലാ കൂട്ടർക്കും മാറുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഇതൊക്കെ എടുക്കാറുണ്ടാത്ത കൂട്ടുകാർക്ക് എൻ്റെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയും കുറേ അധികം അപ്ഡേറ്റുകൾ നമ്മുടെ ഗെയിമിലോട്ട് വരാനിരിപ്പുണ്ട് ഗൈസ്. ആ ഒരു അപ്ഡേറ്റ് എല്ലാം എൻ്റെ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് അപ്പം വിവരങ്ങൾ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗൈസ് മസ്റ്റായിട്ട് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ എല്ലാ കൂട്ടർക്കും എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലോ. ഓക്കെ, അപ്പം എല്ലാ കൂട്ടരും മാക്സിമം എൻ്റെ ഈ വീഡിയോ എല്ലാ കൂട്ടർക്കും മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഇന്ത്യൻ ബൈക്ക് 3D കളിക്കുന്ന കൂട്ടർക്ക് ഇതൊന്നും ഈ ഫീച്ചേഴ്സൊന്നും അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും എൻ്റെ ഒരു ചാനൽ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലോ. ഓക്കെ,
അത്യാവശ്യം കിടിലൊരു ക്യാരക്ടറാണ് നമ്മുടെ കേരമിനാൻറ്റി ക്യാരക്ടറൊക്കെ, അത് അത്യാവശ്യം കിടിലുമാണ്. അപ്പോൾ കിടിലൊരു മൈക്കിളിൻ്റെ ഹൗസൊക്കെ എടുത്തുണ്ട്, അതൊക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞു തരാം ഇനി വരുന്ന വീഡിയോയിലൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.